നെയ്യാറ്റിങ്കര വെള്ളറടിയിൽ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. പഞ്ചായത്തിലെ കരാർ അഴിമതികൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് വിവരാവകാശം നൽകുന്നതിലുള്ള പ്രകോപനം ആണ് മർദ്ദനത്തിന് കാരണം എന്നാണ് ആരോപണം. മണത്തോട്ടം സ്വദേശി വിനോദിനെയാണ് 4 അംഗ സംഘം മർദ്ദിച്ചത്. വിവരങ്ങളുമായി അരുൺ മോഹൻ ആണ് ചേരുന്നത്. അരുൺ, അങ്ങനെയെങ്കിൽ ഈ മർദ്ദിച്ചവരുടെ രാഷ്ട്രീയം കൂടി പ്രധാനപ്പെട്ടതായി മാറില്ലേ? കാരണം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട് വിവരാവകാശം അടക്കം നൽകിയതിനാണ് ഈ മർദ്ദനമെന്നാണല്ലോ അറിയുന്നത്. അഭിലാഷ്, അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഈ പറയുന്ന മണത്തോട്ട സ്വദേശിയായ വിനോദ്, വെള്ളറ സ്വദേശിയായ വിനോദ്, ഇയാൾ ഒരു സാമൂഹ്യ പ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തകനൊക്കെയാണ്. ഈ പഞ്ചായത്തിലെ ചില കരാർ അഴിമതികളിൽ ക്രമക്കേടുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം ഈ പറയുന്ന വകുപ്പ് തലങ്ങളിൽ വിവരാവശ്യങ്ങൾ നൽകിയിരുന്നു. ഇതേ ചൊല്ലിയുള്ള മറുപടികളും തുടർന്നുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു ഈ കരാറുമായി ബന്ധപ്പെട്ട ഒരു സംഘം ആൾക്കാർ ഇദ്ദേഹത്തെ മർദ്ദിച്ചതായി ആരോപിക്കുന്നത്. ഇയാൾ അവിടെ വെച്ചായിരുന്നു സംഘം ചേർന്ന് മർദ്ദിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകി പോലീസിൽ ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദനമേറ്റ ഇയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരാറുകാർക്ക് സ്വാഭാവികമായി ഏത് ഭരിക്കുന്നത് ആരാണ് ഈ പഞ്ചായത്ത്? ഇപ്പോൾ ഭരണം നടത്തുന്നത് കോൺഗ്രസിന്റെ ഭരണമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഈ വെള്ളറ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഈ മർദ്ദിച്ച ആളുകളുടെ പേരോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമോ ഒക്കെ വ്യക്തമാണോ? അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കിനി മനസ്സിലാക്കാനുണ്ട്. ഈ പറയുന്ന ഇയാൾ പരാതി നൽകിയിരിക്കുന്നത് വേങ്കോട് സ്വദേശികളായ അജേഷ്, ക്ലമന്റ്, ഷൈജു തുടങ്ങിയ 4 പേർക്കെതിരെയാണ് ഇദ്ദേഹം വെള്ളറ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇവർ ഈ കരാറുകാരുടെ മക്കളും ഒപ്പം കരാറുകാരുടെ അടുത്ത തൊഴിലാളികളും ഒക്കെയാണ് ഈ എത്തി മർദ്ദിച്ചതെന്നാണ് ഇയാൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. എന്തായാലും പോലീസ് ഈ സംഭവത്തെ എടുത്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചതായിട്ടും പോലീസ് പറയുന്നുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അരുൺ മോഹൻ നെയ്യാറ്റിൻകരയിൽ നിന്ന്.